നമസ്കാരം. ഇറാന്റെ മണ്ണിൽ വിഷം വിതച്ച് നെതന്യാഹു. ഇസ്രായേലിനെ ചുട്ടരിച്ച് ഇറാൻ പട. സമാധാന കരാറിന് അംഗീകാരം നൽകുകയെന്ന ലക്ഷ്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമയപരിധികൾ നൽകുവാൻ തുടങ്ങിയതോടെ ലക്ഷ്യത്തിലേക്കുള്ള ഇസ്രായേൽ നീക്കങ്ങൾക്ക് സമയം കുറയുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ നശിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആണവ പദ്ധതികൾ നശിപ്പിക്കാതെയുള്ള ഒരു പിന്മാറ്റം എന്ന് പറയപ്പെടുന്നതിന് ഇസ്രായേലിന് അത് ജീവൻ മരണ പ്രശ്നമാണ് എന്ന് പറയുന്നത്. അമേരിക്ക വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇസ്രായേലിന് ഒറ്റയ്ക്കിറങ്ങേണ്ടി വരും ഇറാനെ തീർത്ത് കെട്ടാൻ. ശത്രുനിരയ്ക്ക് പിന്നിൽ ഭൂമിക്കടിയിൽ നൂറുകണക്കിനടി ആഴത്തിലുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ കമാൻഡോ റെയ്ഡ് നടത്തി ആയുധ നിർമ്മാണത്തിന് അടുത്ത നിലവാരമുള്ള യുറേനിയം പുറത്തെടുത്ത് നശിപ്പിക്കുക എന്ന ദൗത്യത്തിലാണ് ഇതിന്റെ വിജയം നിലകൊള്ളുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. അപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടുള്ള അമേരിക്കൻ സമയം ചൊവ്വാഴ്ച രാത്രി 8 മണിക്കുള്ളിൽ ട്രംപിന്റെ സമാധാന നിർദ്ദേശം ഇറാൻ അംഗീകരിച്ചില്ല എങ്കിൽ രാജ്യത്ത് നരകാഗ്നി വർഷിക്കുമെന്നും എല്ലാ പാലങ്ങളും പവർ പ്ലാന്റുകളും തകർക്കുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അപ്പോൾ ഇത്തരം നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ സഹായിക്കില്ല എങ്കിലും വിജയം അവകാശപ്പെട്ട യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വഴിയൊരുക്കിയേക്കാം. ഇസ്രായേലിൽ ഒരു വലിയ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഊർജ്ജ നിലയങ്ങൾ പോലുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ വേണോ അതോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ റെയ്ഡ് പോലുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ വേണോ എന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രസിഡന്റ് ട്രംപും ഭിന്നതയിലാണ് എന്നുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിന് യഥാർത്ഥ വിജയം ലഭിക്കണമെങ്കിൽ ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചില്ലെങ്കിലും അവരുടെ ആണവ പദ്ധതികളെങ്കിലും നശിപ്പിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ ഖാർഗ് ഐലൻഡിലോ ഉൾനാടുകളിലോ ഉള്ള ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇറാൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുമെങ്കിലും ആണവ പദ്ധതികൾ തകർക്കുവാൻ അത് സഹായിക്കില്ല. അതുകൊണ്ടാണ് ഗ്രൗണ്ട് ഓപ്പറേഷൻ അത്യാവശ്യമായി മാറുന്നത് എന്നുള്ള സൈനിക വിദഗ്ധരുടെ അഭിപ്രായം പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ അമേരിക്കയെക്കാൾ ഇസ്രായേലിനാണ് ഗ്രൗണ്ട് ഓപ്പറേഷൻ പ്രധാനം. കാരണം ഇറാന്റെ ആണവ പദ്ധതിയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് 25-30% പിഴവ് സഹിക്കാനാകും. എന്നാൽ ഇസ്രായേലിന് അത് അങ്ങനെ അല്ല. ഇസ്രായേലിന്റെ നിലനിൽപ്പിനത് അനിവാര്യമാണ്. അപ്പോൾ അവർ പറയുന്നത് ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ ഇറാന്റെ ആണവശേഷി നശിപ്പിച്ചെന്ന് ഇസ്രായേലിന് ഒരിക്കലും ഉറപ്പിക്കാനാവില്ല എന്നാണ്. പാകിസ്ഥാനിൽ ഒസാമ ബിൻ ലാദനെ ലക്ഷ്യമിട്ട് നടത്തിയ മിന്നൽ റെയ്ഡ് പോലെ അല്ല ഇത്. ഇറാന്റെ ആണവ കേന്ദ്രത്തിലെ റെയ്ഡിന് ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാം. നൂറുകണക്കിന് വിമാനങ്ങളുടെ പിന്തുണയോടെ ആയിരക്കണക്കിന് സൈനികർ ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്രായേൽ പൂർത്തിയാക്കേണ്ട ഒരു 5 ഘട്ടങ്ങളുള്ള ഒരു ദൗത്യമാണിത് എന്ന് പറയപ്പെടുന്നത്. നതാൻസ്, ഫോഡോ, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ മലനിരകൾക്കും ഭൂമിക്കടിയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഭൂഗർഭ യുദ്ധങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ബറാക്ക് അടക്കമുള്ളവർ ഇതിനകത്ത് സഹായം ചെയ്യാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സൈറ്റുകൾ നൂറുകണക്കിനടി ആഴത്തിൽ പാറകൾക്കും മണ്ണിനും അടിയിലാണെന്ന് മാത്രമല്ല കോൺക്രീറ്റ് ഉപയോഗിച്ച് ശക്തമായിട്ട് സംരക്ഷിക്കപ്പെടുന്നവയുമാണ്. അപ്പൊ തങ്ങളുടെ ചില സൗകര്യങ്ങൾ 1600 അടി ആഴത്തിലാണ് എന്ന് ഇറാൻ നേരത്തെ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സൈറ്റുകളിലെ ഏത് റെയ്ഡിനും കുറഞ്ഞത് 5 ഘട്ടങ്ങൾ ഉണ്ടാകും. നുഴഞ്ഞുകയറ്റം, ഉപരിതലത്തിലെ സൗകര്യങ്ങൾ സുരക്ഷിതമാക്കൽ, ഭൂമിക്കടിയിലേക്ക് കടക്കൽ, യുറേനിയം കണ്ടെത്തുക, അതിനുശേഷം അത് പുറത്തെടുക്കുക, അങ്ങനെ പല ഘട്ടങ്ങൾ. ഇപ്പോൾ നുഴഞ്ഞുകയറ്റം നടക്കുകയാണെങ്കിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കമാൻഡോകൾ ഈ ശത്രുനിരയ്ക്ക് പിന്നിൽ പാരച്യൂട്ട് വഴി ഇറങ്ങേണ്ടതുണ്ട്. നദാൻസ്, ഫോഡോ, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തേണ്ടതിനാൽ തന്നെ ഇത് ദിവസങ്ങളോളം നീളുന്ന തീവ്രമായിട്ടുള്ള യുദ്ധമായിട്ട് മാറും. അപ്പൊ ഇതിനായിട്ട് അമേരിക്കയുടെ വിവിധ സൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള സൈനികരെ നിയോഗിക്കേണ്ടത് ആവശ്യമായി വരും. ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങളെ തകർക്കുവാൻ ശക്തമായിട്ടുള്ള ബോംബാക്രമണത്തിനിടയിലായിരിക്കും ഈ സൈനികർ നിലത്തിറങ്ങുക. ട്രംപ് ഭരണകൂടം ഇതിനകം തന്നെ 82ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള 2000 സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി 2ാം ഘട്ടം എന്ന് പറയപ്പെടുന്നത് എന്താണ്? ഈ സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇറാന്റെ പ്രത്യാക്രമണം തടയാൻ കമാൻഡോകൾ ഉപരിതലം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. സ്പെഷ്യൽ ഫോഴ്സ് അംഗങ്ങൾക്ക്, അതായത് ഈ ഡെൽറ്റ ഫോഴ്സ് അല്ലെങ്കിൽ ഈ നേവി സീൽസ് എന്ന് പറയപ്പെടുന്നവരാണ്, അവർക്ക് ഭൂമിക്കടിയിലേക്ക് പോകാൻ സൗകര്യമൊരുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. യുറേനിയം പുറത്തെത്തിക്കുവാൻ താൽക്കാലികമായിട്ടുള്ള വിമാനത്താവളം നിർമ്മിക്കേണ്ടി വന്നാൽ എഞ്ചിനീയർമാരെയും സാമഗ്രികളെയും എത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകും. അപ്പൊ ഇറാനെ ഏതു തരത്തിൽ ഒതുക്കാം എന്നതിനെ കുറിച്ച് ആത്യന്തികമായിട്ട് അമേരിക്കയും ഇസ്രായേലും ചിന്തിക്കുന്നുണ്ട്. ആ ഇസ്രായേലിനെ തകർത്ത് വാരുക എന്നുള്ളത് ഇറാന്റെ ലക്ഷ്യമാകും ഇതോടുകൂടിയാണ്.
ഇപ്പൊ തന്നെ മൂന്നാമത്തെ ഈ ഓപ്പറേഷൻ നടത്താൻ പോകുന്നത് എങ്ങനെയാണ്? ഭൂമിക്കടിയിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് കടക്കാൻ പ്രവേശന കവാടങ്ങൾ കണ്ടെത്തുക, അതിനുശേഷം അവ തുരന്നകത്ത് കടക്കുക. ഇതിനായിട്ട് ഈ സോക്കൾ അല്ലെങ്കിൽ ബ്ലോ ടോർച്ചുകൾ, എക്സ്കവറേറ്ററുകൾ എന്നിവ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് പരാജയപ്പെട്ടാൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് സൈറ്റുകൾ തകർക്കപ്പെടണം. അതായത് ഈ ഹിസ്ബുള്ള തലവനായിട്ടുള്ള നസ്രുള്ളയെ കൊലപ്പെടുത്തിയതുപോലെ തുടർച്ചയായിട്ട് ബോംബുകൾ വർഷിച്ച് കോൺക്രീറ്റ് പാളികൾ തകർക്കുന്ന രീതിയാണത്. അങ്ങനെ അകത്ത് കടന്നാൽ കൊടുമിരട്ടിൽ ഇറാൻ സൈനികരുമായിട്ട് പോരാടി വേണം യുറേനിയം ശേഖരം കണ്ടെത്താൻ. യുറേനിയം കൈകാര്യം ചെയ്യാൻ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് ടീം അടക്കം പേർക്കൊപ്പം ഉണ്ടാകണം. അപ്പോൾ ഒരു വലിയ പ്രക്രിയയാണ്, ഒരു വലിയ പ്രോസസ് അവിടെ നടക്കും. ഇനി എന്താണ് കണ്ടെത്തേണ്ടത്? ഭൂഗർഭ കേന്ദ്രം സുരക്ഷിതമാക്കിയാൽ ഈ വിദഗ്ധർ യുറേനിയം കൊണ്ടുപോകാൻ തയ്യാറെടുക്കും. അപ്പൊ തിരികെ വരുന്ന വഴിയിൽ ഈ സെട്രിഫ്യൂജുകൾ ഉൾപ്പെടെയുള്ള ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ അവർ തകർക്കും. അപ്പൊ ഇതിനും വേണം ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കുന്ന ഒരു പ്രക്രിയയാണത്. ഏറ്റവും അപകടകരമായിട്ടുള്ള ഘട്ടം എന്ന് പറയുന്നത് 5ാം ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ആകാശത്ത് പൂർണ്ണ നിയന്ത്രണം ലഭിച്ചാൽ വിമാനങ്ങൾ വഴി യുറേനിയം സിലിണ്ടറുകൾ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ റോഡ് മാർഗം സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ച് അവിടെ നിന്ന് ഹെലികോപ്റ്റർ ഉപയോഗിക്കാം. പിടിച്ചെടുക്കുന്ന യുറേനിയത്തിന്റെ തീവ്രത കുറയ്ക്കുന്ന നടപടികൾ അടക്കം പിന്നീട് നടത്തുകയും വേണം. അപ്പോൾ ഇസ്രായേലിന് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് പാടാണ്, ബുദ്ധിമുട്ടാണ്. അമേരിക്കയുമായി ചേർന്ന് ഈ ദൗത്യം നിർവഹിക്കാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എങ്കിലും ഇറാൻ ഭരണകൂടം ഏറ്റവും ദുർബലമായ ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് പോകാനും ഇസ്രായേൽ ഇപ്പോൾ തയ്യാറാണ്. എന്നാൽ അമേരിക്കയുടെ പക്കലുള്ള GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകൾ, ആ ബോംബുകളും ഒക്കെ അവ വഹിക്കുവാനുള്ള B-2 വിമാനങ്ങളും ഇല്ലാതെ ഈ ദൗത്യം ഇസ്രായേലിന് പക്ഷേ പ്രയാസകരമായിരിക്കും. കൂടാതെ ആയിരക്കണക്കിന് സൈനികരെയും ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ടാങ്കർ വിമാനങ്ങളെയും ഇസ്രായേലിന് ദൗത്യത്തിലുടനീളം ലഭ്യമാക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പൊ അമേരിക്കൻ പിന്തുണയില്ലാതെ ഇസ്രായേൽ ഇതിന് മുതിരുന്നത് വലിയ അപകട സാധ്യതയുള്ള കാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണ് ഇറാന്റെ മണ്ണിൽ വിഷം വിതച്ചുകൊണ്ട് നെതന്യാഹു കൂട്ടക്കുരുതി നടത്താൻ പോകുന്നത്, ഇറാനെ തച്ചു തകർക്കാൻ പോകുന്നത്. പക്ഷെ അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്കയെ കത്തിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിനെ ചുട്ടരിക്കുവാൻ ഇറാൻ പട തയ്യാറെടുക്കുന്നത് എന്നുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസ് നെതന്യാഹു നടത്തിയാൽ അതിന് ചുട്ട മറുപടി നൽകുവാൻ ഇറാൻ തയ്യാറാണ്. ഇറാൻ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ചുട്ടരിക്കുവാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.